കഴിഞ്ഞ ദിവസം തോട്ടപ്പള്ളിയിൽ കൊലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ ദുരൂഹ മരണത്തിൽ നിർണായക വഴിത്തിരിവ്. ആദ്യം അറസ്റ്റിലായി കുറ്റം സമ്മതിച്ച വ്യക്തി നിരപരാധിയാണെന്ന് കണ്ടെത്തിയതോടെ പോലീസ് അന്വേഷണം പുതിയ ദിശയിലേക്ക് നീങ്ങുകയും യഥാർത്ഥ പ്രതികളായ ദമ്പതികൾ വലയിലാവുകയും ചെയ്തു. കരുനാഗപ്പള്ളിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തൃക്കുന്നപ്പുഴ മുട്ടേക്കാട്ടിൽ സൈനുലാബ്ദീൻ, ഭാര്യ അനീഷ എന്നിവരാണ് ഈ ക്രൂര കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം 17-നാണ് വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഇവരെ കണ്ട അയൽവാസികളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നിലയിലായിരുന്നു. അടുക്കളയിലും കിടപ്പുമുറിയിലും മുളകുപൊടി വിതറിയിരുന്നു. ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ആദ്യമേ സ്ഥിരീകരിച്ചിരുന്നു. സമീപത്ത് താമസിച്ചിരുന്ന മണ്ണഞ്ചേരി സ്വദേശി അബൂബക്കറിനെ സംഭവ ദിവസം വയോധികയുടെ വീട്ടിൽ കണ്ടതായി അയൽവാസികൾ മൊഴി നൽകിയിരുന്നു. ഇതാണ് പോലീസിന്റെ സംശയം അബൂബക്കറിലേക്ക് നീങ്ങാൻ കാരണം. അമ്പലപ്പുഴ ഡിവൈഎസ്പി KN രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ ചോദ്യം ചെയ്യലിൽ അബൂബക്കർ കുറ്റം സമ്മതിച്ചതായി ആദ്യം റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൊലപാതകത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണ കാണിക്കുന്ന മാനസികാവസ്ഥയോ പ്രതികരണങ്ങളോ അബൂബക്കറിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. ഈ വൈരുദ്ധ്യങ്ങൾ പോലീസിൽ സംശയം ജനിപ്പിച്ചു. ഇതിനിടെയാണ് കാണാതായ വയോധികയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായ സൂചനകൾ ലഭിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്ന വയോധികയുടെ ഫോൺ കഴിഞ്ഞ 21-ന് കരുനാഗപ്പള്ളിയിലെ ടവർ ലൊക്കേഷനിൽ പ്രവർത്തിച്ചു തുടങ്ങി. സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചതോടെ ഫോൺ ഉപയോഗിച്ച് സൈനുലാബ്ദീനും ഭാര്യ അനീഷയുമാണെന്ന് മനസ്സിലാക്കി. ഇതോടെ പോലീസ് അന്വേഷണം ഈ ദമ്പതികളിലേക്ക് തിരിഞ്ഞു. ഇന്നലെ പുലർച്ചെ മൈനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൈനുലാബ്ദീനെയും ഭാര്യയെയും ചോദ്യം ചെയ്തതോടെയാണ് കേസിലെ ദുരൂഹതകൾക്ക് അന്ത്യമായത്. കൊലപാതകത്തിന്റെ യഥാർത്ഥ ചിത്രം ഇതോടെ വ്യക്തമായി. അബൂബക്കർ വയോധികയുടെ വീട്ടിൽ വന്നു പോയതിനു ശേഷമാണ് ദമ്പതികൾ അവിടേക്ക് എത്തിയത്. മോഷണമായിരുന്നു ഇവരുടെ ലക്ഷ്യം. വയോധികയെ വീട്ടിൽ കണ്ട ഇവർ മോഷണ ശ്രമത്തിനിടെ അവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അബൂബക്കർ കുറ്റം സമ്മതിച്ചു എന്ന പോലീസിന്റെ പ്രാരംഭ പ്രഖ്യാപനം വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. എന്നാൽ പുതിയ അറസ്റ്റോടെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിഞ്ഞു. ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ തന്നെ ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചു. അബൂബക്കറിന് മേൽ ചുമത്തിയിരുന്ന കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ഒഴിവാക്കി നാളെ കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സംഭവം പോലീസിന്റെ അന്വേഷണ രീതികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കൊലപാതകത്തിന് ശേഷം പ്രതികൾ വയോധികയുടെ മൊബൈൽ ഫോണും സ്വർണമല്ലാത്ത ഒരു കമ്മലും മാത്രമാണ് കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ള പലതും വീട്ടിലുണ്ടായിട്ടും അത് കൊണ്ടുപോകാതിരുന്നത് ദുരൂഹമായി തുടരുന്നു. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ മുളകുപൊടി വിതറിയതിന് പോലീസ് നായയെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും വൈദ്യുതി വിച്ഛേദിച്ചത് ആളടക്കമില്ലാത്ത ഒരവസ്ഥ സൃഷ്ടിക്കാനാണെന്നും പോലീസ് കരുതുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അനീഷയെയും ഭർത്താവ് സൈനുലാബ്ദീനെയും വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. ഈ കേസ് ശാസ്ത്രീയമായ അന്വേഷണങ്ങളുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. വെറും മൊഴികളെ മാത്രം ആശ്രയിക്കാതെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്. ഈ കേസ് ഇപ്പോൾ അതിന്റെ അന്തിമഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ കൊലപാതകത്തിന്റെ മുഴുവൻ ചിത്രവും വ്യക്തമാകൂ.